ഞാനും എൻ്റെ മകനും മകളും അടങ്ങുന്ന ഫാമിലി ഒരു ബീച്ച് സന്ദർശിക്കുവാൻ പോവുകയാണ്. ഞങ്ങളുടെ യാത്ര ബൈക്കിലാണ്. പോകുന്ന വഴിയിലെ മനോഹര കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾ തീരദേശത്തെത്തി. അവിടെ പണി നടക്കുന്ന ഹാർബറിൻ്റെ പരിസരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ മുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. അവന് ഇതുപോലുള്ള കാഴ്ചകൾ വളരെ ഇഷ്ടമാണ്. ഇടയ്ക്കൊന്ന് പതറിയപ്പോൾ എൻ്റെ കൈകളിൽ തൂങ്ങുന്നതും നിങ്ങൾക്ക് കാണാം. വളരെ രസകരമായ കളറിലുള്ള വലകൾ അവിടങ്ങളിൽ കാണാം. ആ തീരദേശത്തേക്ക് നോക്കുമ്പോൾ അസ്തമയ സൂര്യൻ്റെ അവസാന നിമിഷങ്ങൾ വളരെ മനോഹരമായി തന്നെ ദർശിക്കാൻ സാധിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ആ വർണ്ണവലകൾ വീണ്ടും ഞങ്ങളിലെത്തി. അതോടൊപ്പം തന്നെ നല്ല മത്സ്യങ്ങളുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. വളരെ ഫ്രഷ് മത്തി നമുക്കവിടെ കാണാൻ പറ്റി. പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് അത് കഴിക്കാൻ ഭാഗ്യം കുറവാണ്. പുറത്തേക്ക് കയറ്റി പോകുന്നതിൻ്റെ ഐസ് ഇട്ട് അതിൻ്റെ വണ്ടികളിൽ നിറയെ ലോഡ് കണക്കിന് ശക്തരായ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ തലച്ചുമടായി ഏറ്റി വണ്ടിയിലേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓരോരുത്തരെ ഐസ് ഒന്നായിട്ട് നമ്മൾ മഞ്ഞ് പെയ്യുന്ന തായ്വരയിൽ ചെന്ന പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഞങ്ങളുടെ യാത്ര തോണികൾക്കിടയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ മറ്റു രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. തോണിയിൽ നിന്നും ഡയറക്റ്റ് കയറ്റിയാണ് മത്സ്യങ്ങൾ ഈ വണ്ടിയുടെ സമീപത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ പണി നടക്കുന്ന ഹാർബറിൻ്റെ കാഴ്ചകൾ വളരെ രസകരമായി തോന്നി. എത്ര നിന്നിട്ടും മതിയാവാതെ ആ ഹാർബർ കാഴ്ചകൾ ഞങ്ങൾ വീണ്ടും ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. എത്ര മനോഹരമാണ് എൻ്റെ നാടും എൻ്റെ കടൽ തീരവുമെന്ന് നാം അറിയാതെ ഓർത്തു പോവുകയാണ്. കിലോമീറ്ററുകളോളം നീളത്തിൽ കടലിൻ്റെ ആയങ്ങൾ കല്ലിട്ട് തൂർത്ത് നിൽക്കുന്നതിനൊപ്പം തന്നെ ആ മാനത്തേക്കുള്ള അസ്തമയ കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ചെടികൾ ഏകദേശം കടലിൽ നിന്നും 2 കിലോമീറ്റർ 3 കിലോമീറ്ററോളം ഉള്ളിലോട്ട് ആയിരക്കണക്കിന് ലോഡ് വലിയ കരിങ്കൽ പാളികളിട്ട് തൂർത്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ മകൻ ആ കാറ്റ് ആസ്വദിക്കുകയാണ്. അവന് തീരദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വൈബാണ്. ആ വൈബ് അവൻ വളരെ രസകരമായി ആസ്വദിക്കുകയാണ്. അവിടെ നിന്നും അവൻ ആ മനോഹര കാഴ്ചകൾ കാണുന്നു. അവൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന ആ അസ്തമയ സൂര്യൻ്റെ നിഴൽ നമുക്ക് ആ ജലത്തിൽ വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിക്കുന്നു. അവൻ ആസ്വദിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര കുറച്ച് ഇരുൾ മൂടിയപ്പോൾ സമീപത്തുള്ള ഓലമേഞ്ഞ മനോഹരമായ ഒരു ഹോട്ടലിലേക്കാണ് ഞങ്ങളുടെ യാത്ര. വളരെ രസകരമായ വിഭവങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എൻ്റെ മകൻ്റെ ഫേവറിറ്റ് ഐറ്റമായ ബീഫും പൊറാട്ടയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നത്. അതിനു മുമ്പ് അവനൊരു മിഠായി എടുത്ത് കഴിച്ചു, എനിക്കും തന്നു. അവിടുത്തെ അടുക്കള വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. ചൂട് പൊറാട്ടകൾ വന്നു, ബീഫ് ഫ്രൈ വന്നു. ആദ്യം തന്നെ ബീഫ് കൊതിയനായ എൻ്റെ മകന് ഞാൻ തട്ടിക്കൊടുത്തു. അവൻ ഒന്നും നോക്കിയില്ല, അവൻ കഴിച്ചു തുടങ്ങുകയാണ്. അപ്പുറത്ത് എൻ്റെ മകളുണ്ട്.
അവളും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ചെക്കന് കൊടുത്തത് മതിയായില്ല എന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട്. അവൻ തട്ടി വിടുകയാണ്. അവൻ്റെ കൈകളിലെ ഭാവം കണ്ടാൽ തന്നെ നമുക്കറിയാം. എനിക്ക് കുറച്ചാ കിട്ടിയെങ്കിലും കൂടിയിട്ട് ഞാനും അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അവന് ഒരു ബീഫ് കൂടി വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം വൈകിയത് കൊണ്ടും തയ്യാറാക്കിയ ഫുഡ് വീട്ടിലുള്ളത് കൊണ്ടും ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു. ആ ഇരുട്ടിലും അവന് അതിൻ്റെ രസം പറയാനേ സമയമുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ തീരദേശത്തേക്ക് നോക്കുമ്പോൾ